ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ന്യൂഡ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. മാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് മാർസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് റേഞ്ചിൽ വരുന്ന രണ്ട് ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് 09 ബോളിവുഡ് സർപ്രൈസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡും സെക്കൻഡ് വണ്ണ് 02 സെസ്റ്റി സൂംബ എന്ന് പറയുന്ന ഒരു ഷെയ്ഡുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത്? ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിലുള്ള പാക്കേജിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആയത്. ഈ ഒരു ബ്രൗൺ കളറുള്ള ഷെയ്ഡാണ്. അത്യാവശ്യം വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കായിരുന്നു ഇത്. അങ്ങനെ ഞാൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം ഞാൻ ഇട്ടിട്ട്. ഇത് 02 സെസ്റ്റി സൂംബ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നോർമൽ ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, അത്ര സ്മൂത്തായിട്ട് അങ്ങോട്ട് ഓപ്പണായി വരുന്നില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. അത് 2-3-4 വട്ടം യൂസ് ചെയ്യുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് അത് ഓപ്പണും ക്ലോസും ആയി അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ലിപ്പിലിട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ്. അത് അത്യാവശ്യം പാടായിരുന്നു റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് സെസ്റ്റി സൂംബയാണ്. ഇത് നല്ല സ്മൂത്തായിട്ട് സ്കിന്നിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും. പിന്നെ അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ്റെ ലിപ്പ് ഉണ്ടല്ലോ, എൻ്റെ ലിപ്പ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ലിപ്പാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നല്ലതുപോലെ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു എന്താ പറയുക, ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. ഇപ്പം ഡാർക്ക് സ്കിന്നുകാർക്ക് അല്ലെ ഡീപ്പ് സ്കിന്നുകാർക്ക് അല്ലെ മീഡിയം സ്കിന്നുകാർക്കൊക്കെ ഇങ്ങനൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് വിത്ത് മേക്കപ്പും വിത്തൗട്ട് മേക്കപ്പും എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുകയൊക്കെ ചെയ്യും അത്യാവശ്യം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ബിലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. 200 ബിലോയിലും നല്ലോണം എന്താ പറയുക, ട്രാൻസ്ഫർ ആവാത്ത ലിപ്സ്റ്റിക്കൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു റേഞ്ച് ക്രീമി ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്ന ഒരു റേഞ്ചാണ്. പിന്നെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. പ്രത്യേകിച്ച് നല്ല ഡാർക്ക് സ്കിന്നുകാർക്ക് ഇത് നമ്മുടെ ലിപ്പിനെ ഒട്ടും തന്നെ വാഷ് ഔട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നല്ലോണം കവർ ചെയ്യും. നല്ലൊരു ലിപ് ബാം ഇട്ടൊരു ഫീലാണ്. ലിപ്പിനെ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. എന്നാൽ ചെറിയൊരു മാറ്റ് ഫിനിഷും ആണ്. പിന്നെ എന്താ പറയുക, ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു മൈൽഡ് സ്മെല്ലാണ്. നമുക്ക് ബെയറബിൾ ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ എന്താ, നമുക്ക് ഈ ഓഫീസിലും കോളേജിലും ഒക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ പ്രൊഡക്റ്റാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ വിത്തൗട്ട് മേക്കപ്പും കൂടെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് സെസ്റ്റി സൂംബയാണ്. ഞാൻ വിത്തൗട്ട് മേക്കപ്പാണ് ഇതിട്ട് കാണിക്കുന്നത്. കണ്ടോ, ഇതൊട്ടും തന്നെ എൻ്റെ ലിപ്പിനെ വാഷ് ഔട്ട് ചെയ്യുന്നില്ല. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ബോളിവുഡ് സർപ്രൈസ്. ഇതും ഞാൻ വിത്തൗട്ട് മേക്കപ്പാണ് കാണിക്കുന്നത്. ഇതും എൻ്റെ ലിപ്പിനെ ഒട്ടും തന്നെ നല്ല ഫേസിനെ ഒട്ടും തന്നെ ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്തുകൊണ്ടൊന്നും തോന്നുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്. ഇത് എങ്ങനെ എന്താ പറയുക, എവിടെ നമ്മൾ പോയി തപ്പി കണ്ടുപിടിച്ചാലും ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ലിപ്സ്റ്റിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ബൈ.